കേരളത്തിലില്ലാത്ത ഒരു കലാരൂപത്തെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു നാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവൽ നടത്തി, കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവൽ നടത്തി. അപ്പോൾ അതിലൊക്കെ പുതിയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാലിഗ്രാഫി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഈ യാത്രയിൽ ഇത് എനിക്ക് എന്നെക്കൊണ്ടാകാത്ത പോലെ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ ഈ വരുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഇത്രയും കുട്ടികളെല്ലാം തന്നെ കാലിഗ്രാഫിയിൽ തൽപരരാണല്ലോ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മദീന അക്കാഡമി വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് വളരെ വേഗത്തിൽ ഈ ഭാഗങ്ങളിൽ പ്രചരിക്കുമെന്നും തുടർന്ന് കേരളത്തിൽ എല്ലായിടവും വ്യാപിക്കുമെന്നും ഞാൻ കരുതുന്നു. 2 ദിവസത്തോളം നീണ്ടു നിന്ന കാലിഗ്രാഫി ഇൻ്റർനാഷണൽ കാലിഗ്രാഫി എക്സിബിഷൻ്റെ വേദിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മഅദിൻ കാലിഗ്രാഫി ആർട്ട് സെൻറ്ററിൻ്റെ കീഴിൽ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഇവിടെ നടന്നിട്ടുള്ളത്. UAE, തുർക്കി, സൗദി, അതുപോലെ അത്തരം 9ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ബിഗ് കാലിഗ്രാഫി മാസ്റ്റേഴ്സിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. മഅദിൻ ചെയർമാൻ ബദർ സാദത്ത്, സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് വിദേശ രാജ്യങ്ങളിലെല്ലാം പോയ സമയത്ത് ഇത്തരം കാലിഗ്രാഫി വർക്കുകളെല്ലാം കണ്ട സമയത്ത് നമ്മുടെ നാട്ടിലും ഇത്തരം സംഗതികൾ, ഇത്തരം ആർട്ട് വർക്കുകളെല്ലാം ഇതിൻ്റെ വാല്യൂ നഷ്ടപ്പെടാത്ത രീതിക്ക് തന്നെ നമ്മുടെ നാട്ടിൽ വരണം എന്നാഗ്രഹിച്ചിട്ട് തങ്ങൾ ഉസ്താദിൻ്റെ പിന്തുണയോടെ പൂർണ്ണ സപ്പോർട്ടോടെയാണ് നമ്മുടെ ഈ കാലിഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ അറബിക്ക്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ റഷ്യൻ ആർട്ട്, അതുപോലെ അത്തരം കുറച്ച് ആർട്ട് വർക്ക്ഷോപ്പുകൾ, കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകളെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥ ട്രഡീഷണൽ കാലിഗ്രാഫിയുടെ വാല്യൂ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാലിഗ്രാഫി സെൻറ്റർ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത്തരം സെൻറ്റർ തുടങ്ങുന്നത് തന്നെ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അക്ഷരമനോഹാരിതകളുടെ വർണ്ണവിസ്മയം തീർത്ത് മഅദിൻ അന്താരാഷ്ട്ര കാലിഗ്രാഫി എക്സിബിഷന് പ്രൗഢസമാപനം. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രമുഖ കാലിഗ്രാഫി വർക്കുകൾ ആസ്വദിക്കാനെത്തിയ അക്ഷരസ്നേഹികളുടെ സംഗമവേദി കൂടിയായി ഇത് മാറി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് പേർ അർത്ഥഗർഭവും ജീവൻ തുടിക്കുന്നതുമായ അക്ഷരചാരുതയെ ആസ്വദിച്ചും ഫോണിൽ പകർത്തിയുമാണ് ഹൃദയഹാരിയായി മടങ്ങിയത്. മാസ്റ്റർ കാലിഗ്രാഫി ട്രെയിനറായ മുക്താർ അഹമ്മദിന്റെയും മലയാള കാലിഗ്രാഫി ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയുടെയും തത്സമയ കാലിഗ്രാഫി ആസ്വാദകർക്ക് നവ്യാനുഭൂതി പകർന്നു. പ്രഗത്ഭ കാലിഗ്രാഫി ആർട്ടിസ്റ്റുകളുടെ അറബി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള വ്യത്യസ്ത ഇനം കാലിഗ്രാഫികൾ എക്സിബിഷന് മൊഞ്ചേകി. കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും നിരവധി പേരാണ് സന്ദർശനത്തിനെത്തിയത്. തുർക്കി, UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഇന്ത്യ, ഇറാൻ, ഇറാഖ്, ഇന്തോനേഷ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ കാലിഗ്രാഫർമാരുടെ സൃഷ്ടികളാണ് പ്രദർശിപ്പിച്ചത്. കാലിഗ്രാഫി മേഖലയെ കേരളത്തിൽ കൂടുതൽ ജനകീയമാക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് മഅദിൻ അക്കാദമി എക്സ്പോ സംഘടിപ്പിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സുലുസ്, ദിവാനി, റുക്കൾ, ഫാരിസി, മോഡേൺ ആർട്ടായ സുംബുലി തുടങ്ങി കാലിഗ്രാഫിയുടെ 100 കണക്കിന് ഫ്രെയിമുകളും ഹാൻഡിക്രാഫ്റ്റും അക്ഷരസ്നേഹികൾക്ക് വിരുന്നായി മാറി. കാലിഗ്രാഫി രംഗത്തേക്ക് കടന്നുവരുന്ന പുതുമുഖങ്ങൾക്കും ഈ രംഗത്ത് മുദ്ര പതിപ്പിക്കുകയും ചെയ്തവർക്ക് എക്സിബിഷൻ വലിയൊരു പ്രചോദനമായി മാറി. മഅദിൻ കാലിഗ്രാഫി ആൻഡ് ആർട്ട് സെന്റർ മഅദിൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ കാലിഗ്രാഫിയുടെ സ്വാധീനം മികവുറ്റതാണെന്നും പൈതൃക പാരമ്പര്യ കലാരൂപമായ കാലിഗ്രാഫിക്ക് പ്രചാരം നൽകേണ്ടത് അക്ഷരസ്നേഹികളുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലിഗ്രാഫിക്ക് ആഗോളതലത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും എന്നാൽ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കാലിഗ്രാഫി മേഖലയ്ക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്നും മലയാളം കാലിഗ്രാഫിക്ക് പ്രചാരം കിട്ടിയിട്ടില്ലെന്നും മഅദിൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാലിഗ്രാഫി എക്സ്പോ പുതിയ തലമുറക്ക് പ്രചോദനമാകുമെന്നും മലയാളം കാലിഗ്രാഫിയുടെ പിതാവ് നാരായണ ഭട്ടതിരി പറഞ്ഞു. അക്ഷരങ്ങൾ കൊണ്ടുള്ള കലാരൂപമാണ് കാലിഗ്രാഫി എന്നും
മഅദിൻ അക്കാദമി സംഘടിപ്പിച്ച എക്സ്പോ കേരളത്തിൽ കാലിഗ്രാഫിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകുമെന്നും അന്താരാഷ്ട്ര കാലിഗ്രാഫർ മുക്താർ അഹമ്മദ് ബാംഗ്ലൂർ പറഞ്ഞു. അറബിക് കാലിഗ്രാഫിയിലെ 3 ലിപികൾ, മലയാളം കാലിഗ്രാഫി, ഇംഗ്ലീഷ് കാലിഗ്രാഫി, ഇസ്ലാമിക് ഇല്ലുമിനേഷൻ, റെസിൻ ആർട്ട്, പെൻസിൽ ഡ്രോയിങ്, പെയിന്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, ടൈപ്പോഗ്രഫി, എംബ്രോയിഡറി വർക്കുകൾ തുടങ്ങിയ കോഴ്സുകളാണ് കാലിഗ്രാഫി ആർട്ട് സെന്ററിൽ ആരംഭിക്കുന്നത്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങൾ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് മാനുസ്ക്രിപ്റ്റ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മകളുടെ സഹകരണത്തോടെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പദ്ധതി. പരിപാടിയിൽ ഡൽഹി ജാമിയ മില്ലിയ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസ് ഫാക്കൽറ്റീസ് ഡീൻ ഡോക്ടർ ഇഫ്തിഖാർ അഹമ്മദ് ഖാൻ, ഡോക്ടർ ഹിഷാം മലേഷ്യ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഇഫ്തിഖാർ അഹമ്മദ് ഷെരീഫ് ഡൽഹി, കാലിഗ്രാഫർമാരായ അമീറുൽ ഇസ്ലാം ഹൈദരാബാദ്, അബ്ദുള്ള ഫൈസി ബാംഗ്ലൂർ, അബ്ദുസത്താർ ഹൈദരാബാദ്, മഅദിൻ കാലിഗ്രാഫി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അൻഫസ് വണ്ടൂർ, അനീർ മോങ്ങം, സുലൈമാൻ അദനി എന്നിവർ പ്രസംഗിച്ചു.